നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കാം അതിവേഗം. ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകൾ ഹൈക്കോടതിയിലേക്ക് നാളെ ജാമ്യാപേക്ഷ സമർപ്പിക്കും. ദില്ലിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകർ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാകും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇടത് എംപിമാർ. കന്യാസ്ത്രീകൾക്കെതിരെ അന്യായ തടവ് അവസാനിപ്പിക്കണമെന്നും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകി. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എംപിമാരുടെ പ്രതികരണം. കേന്ദ്രം അനുഭാവപൂർവ്വം ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇടത് എംപിമാർ. കന്യാസ്ത്രീകളെ ജയിലിലടച്ച കേസിനെ ന്യായീകരിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ്. പോലീസ് അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിചിത്രവാദം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയതിനെ ന്യായീകരിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ജാമ്യാപേക്ഷ നൽകിയാൽ തള്ളുമെന്ന് ജോർജ് കുര്യൻ. കേസെടുത്ത് റെയിൽവേ TTE എന്ന് ജോർജ് കുര്യന്റെ വിചിത്രവാദം. കന്യാസ്ത്രീകളുടെ വക്കാലത്തില്ലാത്തതുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചതെന്ന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരുടെ വാദം വിചിത്രമെന്ന് മന്ത്രി വീണ ജോർജ്. ജാമ്യം കൊടുക്കരുത് എന്ന നിലപാട് സർക്കാർ അഭിഭാഷകൻ എടുത്തിരുന്നതിലാണ് ജാമ്യം ലഭിക്കാത്തതെന്നും വീണ ജോർജ്. കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. BJP സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ DYFI തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ BJP RSS ഭിന്നതയുടെ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ. കന്യാസ്ത്രീകൾക്കെതിരായ നടപടി തടയാൻ കേരളത്തിലെ BJP നേതാക്കൾ പ്രധാനമന്ത്രിയോട് പറയണമെന്നും D രാജ ആവശ്യപ്പെട്ടു. മലേഗാവ് ഭീകരാക്രമണ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് പ്രത്യേക NIA കോടതി. പ്രതികൾക്കെതിരെ തെളിവില്ലെന്ന് കോടതി. രക്ഷപ്പെട്ടത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള തീവ്ര ഹിന്ദുത്വ നേതാക്കൾ. നിർണായകമായത് കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി NIA കൈക്കൊണ്ട നിലപാട്. ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ നിർണായക കണ്ടെത്തൽ. സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തുനിന്ന് മനുഷ്യാസ്ഥികൂടം കണ്ടെത്തി. തലയോട്ടി ഒഴികെയുള്ള ഭാഗം കണ്ടെത്തിയത് നേത്രാവതി സ്നാനഘട്ടിനടുത്തുള്ള 6ാമത്തെ പോയിന്റിൽ നിന്ന്. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ചർച്ചയ്ക്കിടെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ CPM മധുര MP സു വെങ്കിടേഷിന് നേരെ വധഭീഷണി. ഭീഷണിക്കെതിരെ പ്രതിഷേധമുയർത്തി തമിഴ്നാട് CPM. വധഭീഷണി മുഴക്കിയത് അജ്ഞാത ഫോൺ കോൾ വഴി സംഘപരിവാർ. ഓണത്തിന് ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സർക്കാർ പരമാവധി വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കും. സബ്സിഡി വെളിച്ചെണ്ണ 1 ലിറ്റർ 349 രൂപയ്ക്ക് നൽകുമെന്ന് മന്ത്രി GR അനിൽ. AAY കാർഡുള്ള 6 ലക്ഷത്തോളം പേർക്ക് ഓണക്കിറ്റുകളും നൽകും. സ്കൂൾ അവധിക്കാല പരിഷ്കരണത്തിൽ അഭിപ്രായം തേടി വിദ്യാഭ്യാസ വകുപ്പ്. ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് അവധി മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. സ്കൂൾ അവധി മാറ്റത്തിൽ ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാകണം പരിഷ്കരണമെന്ന് KSTA.
താരസംഘടനയായ അമ്മയിൽ മത്സര ചിത്രം തെളിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാ മേനോനും മത്സര രംഗത്ത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. നടൻ അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അൻസിബ. സ്ത്രീത്വത്തെ അപമാനിക്കുകയും വ്യക്തിഹത്യ ചെയ്തെന്നും പരാതി നിഷേധിച്ച് അനൂപ് ചന്ദ്രൻ. കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് കടുത്ത നിയന്ത്രണങ്ങളുമായി റിസർവ് ബാങ്ക്. നടപടി RBIയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാൽ നിയന്ത്രണം 6 മാസത്തേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത വാർഷിക ദിനത്തിൽ വയനാട്ടിൽ നിന്ന് മാറി നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. വാർഷികത്തിനെത്താതെ രാഹുൽ എത്താതിരുന്നത് യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവിലെ ക്രമക്കേടിൽ പ്രവർത്തകരുടെ പ്രതിഷേധം ഭയന്നെന്ന് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃസംഗമത്തിലാണ് സംഭവം. ഉദ്ഘാടന പ്രസംഗം നടത്തി പോകാൻ ഇറങ്ങിയപ്പോഴാണ് രാഹുലിനെ പ്രതിനിധികൾ തടഞ്ഞുവെച്ചത്. തങ്ങളെ കൂടി കേട്ടിട്ട് പോയാൽ മതിയെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സർക്കാർ വീട് നിർമ്മിച്ചു നൽകുന്നതിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടിലായി. വീട് നിർമ്മാണത്തിൽ അഴിമതി നടന്നതിന് തെളിവുകൾ ഹാജരാക്കാതെയായിരുന്നു രാഹുലിന്റെ ഉണ്ടയില്ലാ വെടി. യൂത്ത് കോൺഗ്രസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീടുകൾ എപ്പോൾ പൂർത്തിയാക്കുമെന്ന ചോദ്യത്തിന് മറുപടി പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. UDF സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ തള്ളി സുരേഷ് കുറുപ്പ്. CPIയുമായി യാതൊരു ഭിന്നതയുമില്ല. CPIM രാഷ്ട്രീയ ജീവിതത്തിലെ പ്രതിരൂപവും പതാകയുമെന്നും സുരേഷ് കുറുപ്പ്. സംവരണത്തെക്കുറിച്ചുള്ള K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ മന്ത്രി V. ശിവൻകുട്ടി. സുരേന്ദ്രന്റെ പ്രസ്താവന പട്ടികജാതി വിഭാഗങ്ങളെ അവഹേളിക്കുന്നത്. ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുമെന്നും മന്ത്രി V. ശിവൻകുട്ടി. തിരുവനന്തപുരം നഗരസഭയിലെ SC/ST ഫണ്ട് തട്ടിപ്പ് കേസിൽ BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി V. ജോയി MLA. തട്ടിപ്പിന് നേതൃത്വം നൽകിയത് അറസ്റ്റിലായ മുൻ കോൺഗ്രസ് കൗൺസിലർ മോനി ശേഖറും കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പട്ടം സഹകരണ ബാങ്ക് മാനേജറും. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നീറ്റ് PG 2025 പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിലെ പിഴവുകളിൽ ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് കത്തയച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. കേരളത്തിൽ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഉൾപ്പെടെയുള്ള വിദൂര സ്ഥലങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചത് ഏകപക്ഷീയവും അന്യായമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വൈദ്യുതി വകുപ്പ് പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ കൂടി കൈമാറി. സഹായം കൈമാറിയത് മന്ത്രി K. കൃഷ്ണൻകുട്ടി നേരിട്ടെത്തി. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓവർസിയർക്കെതിരെ നടപടിയെടുത്തതെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. തിരുവനന്തപുരം മുതലപ്പൊഴി അപകടരഹിതമാക്കാനുള്ള പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് മന്ത്രി സജി ചെറിയാൻ. മരണപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകിയെന്നും മന്ത്രി. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി. സർവകലാശാലയും വൈസ് ചാൻസലറും തിങ്കളാഴ്ച മറുപടി നൽകണമെന്ന് കോടതി. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി. യുവ ഡോക്ടറുടെ പരാതിയിൽ കേസെടുത്തത് തൃക്കാക്കര പോലീസ്.
കേസിൽ ഹൈക്കോടതിയിൽ മുൻകൂർ അപേക്ഷ നൽകുമെന്ന് വേഡ്. ലഹരി ഉപയോഗിച്ച് അപകടകരമായി വാഹനമോടിച്ച് KSU നേതാവ്. കോട്ടയം CMS കോളേജ് മുതൽ പനമ്പാലം വരെയാണ് അപകടകരമായി ഫോർച്യൂണർ ഓടിച്ചത്. CMS കോളേജിലെ KSU പ്രവർത്തകനായ ജൂബിൻ ജേക്കബാണ് അപകടം ക്ഷണിച്ചു വരുത്തിയത്. ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി അയൽവാസി പ്രവാസി യുവാവിനെ ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ മയക്കുമരുന്ന്. സംശയം തോന്നി കുപ്പി തുറന്ന് പരിശോധിപ്പിച്ചപ്പോഴാണ് MDMAയും ഹാഷിഷ് ഓയിലും കണ്ടെത്തിയത്. മയക്കുമരുന്ന് വെച്ച സംഭവത്തിൽ 3 പേരെ ചക്കരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തീരുമാനമാകാതെ സമസ്ത ലീഗ് സമവായ ചർച്ച. CIC വിഷയത്തിൽ ഉൾപ്പെടെ വീണ്ടും ചർച്ച നടത്തുമെന്നും നേതാക്കൾ. സാദിഖലി തങ്ങളെ തുടർ ചർച്ചകൾക്കായി വീണ്ടും നിയോഗിച്ചു. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ 2 തിരുവനന്തപുരം സ്വദേശികൾ ചേർന്ന് കണ്ണൂർ സ്വദേശിയെ ഗുരുതരമായി വെട്ടിപ്പരുക്കേൽപ്പിച്ചു. പ്രതികൾ പോലീസ് പിടിയിൽ. ശരീരത്തിൽ നിരവധി വെട്ടേറ്റ ആൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ. കാനഡയിൽ വിമാനാപകടത്തിൽ മലയാളി പൈലറ്റ് മരിച്ചു. പൂജപ്പുര ശ്രീശൈലത്തിൽ ഗൗതം സന്തോഷാണ് അപകടത്തിൽ മരിച്ചത്. ഗൗതമിനോടൊപ്പം ഉണ്ടായിരുന്ന 54-കാരനായ സഹ പൈലറ്റും മരിച്ചതായി കുടുംബത്തിന് വിവരം ലഭിച്ചു. നടി മാലാ പാർവതിയുടെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തു. ഫേസ്ബുക്ക് അക്കൗണ്ടിലെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. മനേഷ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. എറണാകുളം വെള്ളൂർക്കുന്നത്ത് ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. അപകടം വൈകിട്ട്. അപകടത്തിൽ മരിച്ചത് വെള്ളൂർക്കുന്നം മാരിയിൽ ജയൻ. തെരുവുനായ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ നടപടി ഉണ്ടാകൂവെന്ന് മന്ത്രി MB രാജേഷ്. സർക്കാർ നേരിടുന്ന വെല്ലുവിളി കേന്ദ്രത്തിന്റെ ABC ചട്ടങ്ങളാണ്. കോടതിയിൽ കേസ് വരുമ്പോൾ സംസ്ഥാനത്തിന്റെ വെല്ലുവിളികൾ ബോധിപ്പിക്കും. നിലവിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ദയാവധം നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നും വാക്സിനേഷൻ അടുത്ത മാസം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തെരുവുനായ വിഷയത്തിൽ അനാസ തുടരുന്ന വെച്ചൂച്ചിറ പഞ്ചായത്ത് ഓഫീസ് പൂട്ടി DYFI. ജനങ്ങളുടെ വിഷയം സംസാരിക്കാൻ പ്രസിഡന്റ് അടക്കം തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഓഫീസ് പൂട്ടി സമരം ചെയ്തത്. ബുധനാഴ്ച മാത്രം വെച്ചൂച്ചിറയിൽ തെരുവുനായ കടിച്ചത് കുട്ടികളടക്കം 6 പേരെ. മരം മുറിക്കുന്നതിനിടെ കയർ കുരുങ്ങി പാലക്കാട് കരിമ്പ സ്വദേശിക്ക് ദാരുണാന്ത്യം. തച്ചമ്പാറ തിക്കുംപുറത്ത് മരം മുറിക്കുന്നതിനിടെ ഉണ്ടായിരുന്ന അപകടം. മുറിച്ച കൊമ്പ് ശരീരത്തിൽ പതിച്ച് അരയിൽ കെട്ടിയ കയർ മുറുകിയാണ് അപകടം സംഭവിച്ചത്. കോഴിക്കോട് കുന്നമംഗലത്ത് കാറും ബസും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരായ 2 പേർക്ക് ഗുരുതരമായി പരുക്കേറ്റു. കൊടുവള്ളി സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് ബസുമായി കൂട്ടിയിടിച്ചത്. പന്തളത്ത് തട്ടുകടയിൽ ഗുണ്ടാക്രമണം. കടയുടമയ്ക്ക് നേരെയാണ് ഗുണ്ടാസംഘത്തിന്റെ ആക്രമണമുണ്ടായത്. കടയുടമ പന്തളം സ്വദേശി ശ്രീകാന്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റു. പാലക്കാട് പട്ടാമ്പി കൊപ്പം ഹൈസ്കൂൾ ജംഗ്ഷനിൽ വൻ ലഹരിവേട്ട. കൊപ്പം ഹൈസ്കൂൾ പരിസരത്ത് നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത്.
കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ തോണി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. അസം സ്വദേശി അബ്ദുൽ ഇസ്ലാം എന്ന അലിയാണ് മരിച്ചത്. രാവിലെ 8 മണിക്കായിരുന്നു അപകടമുണ്ടായത്. തോണിയിലുണ്ടായിരുന്ന മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. മുൻ MP ഉൾപ്പെട്ട വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആദ്യമായാണ് ED ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഡെഡ് എക്കോണമി പ്രയോഗത്തെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഇങ്ങനെയാക്കിയത് മോദി സർക്കാരാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. വ്യാപാര കരാറുകൾ രാജ്യത്തിന്റെ ദേശീയ താൽപര്യം സംരക്ഷിച്ചുകൊണ്ടാകുമെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ. ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തിനും പരിഹാസത്തിനും പീയൂഷ് ഗോയലിന്റെ മറുപടി. 25% തീരുവയും പിഴയും ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇന്ത്യയുടേത് ഒരു നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന് പരിഹസിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ ദിനാവധിയിലും ഓണാവധിയിലും ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് ദക്ഷിണ പശ്ചിമ റെയിൽവേ. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2 വണ്ടികളാണ് അനുവദിച്ചത്. 2 വണ്ടികൾക്കുമായി ഇരുവശങ്ങളിലേക്കും ആകെ 9 ട്രിപ്പുകളുണ്ട്. തെലങ്കാനയിൽ 13 വയസ്സുകാരിയെ 40കാരന് വിവാഹം കഴിപ്പിച്ചു നൽകിയ സംഭവത്തിൽ കേസെടുത്തു പോലീസ്. വിവാഹത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നതോടെ പ്രദേശവാസികളിൽ നിന്നും സാമൂഹിക പ്രവർത്തകരിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം നയിക്കുന്ന AIADMK കേഡർ റൈറ്റ്സ് റിട്രീവൽ കമ്മിറ്റി NDA വിട്ടു. BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഇനി തുടരില്ലെന്നാണ് പ്രഖ്യാപനം. പനീർശെൽവവും മറ്റ് പാനൽ അംഗങ്ങളും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് തീരുമാനം. ഉത്തർപ്രദേശിലെ പൂർണിയ ഗ്രാമത്തിലെ ബിജ്നൂർ പാടത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാടത്ത് ജോലിക്ക് പോയ പർവേന്ദ്ര, ഭാര്യ ഗീത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോലിക്ക് ശേഷം ഇരുവരും മടങ്ങി വരാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്ന ആരോപണത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി രാഹുൽ ഗാന്ധി. ഓഗസ്റ്റ് 5-ന് ബംഗളൂരുവിൽ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകാനും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഔപചാരിക നിവേദനം സമർപ്പിക്കാനും തീരുമാനം. ആരോപണത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ രാഹുൽ ഗാന്ധി ശേഖരിച്ചിട്ടുണ്ടെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പാകിസ്ഥാന്റെ കയ്യിലുള്ള എണ്ണശേഖരം വികസിപ്പിക്കാൻ US തയ്യാറെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിനായി കരാർ ഒപ്പിട്ടതായും ട്രംപ് പറഞ്ഞു. കരാർ പ്രകാരം ഏത് കമ്പനിക്കാണ് ഇതിന്റെ ചുമതല നൽകേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ബാർബി പാവകളുടെ വ്യത്യസ്ത രൂപകൽപ്പനയിലൂടെ ശ്രദ്ധ നേടിയ ഡിസൈനർമാരായ മാരിയോ പഗ്ലിനോയും ജിയാനി ഗ്രോസിയും അപകടത്തിൽ മരിച്ചു. ജീവിത പങ്കാളികളായ ഇവർ സഞ്ചരിച്ച കാർ മറ്റൊരു കാർ ഇടിച്ചായിരുന്നു അപകടം. പ്രമുഖ പലസ്തീൻ ആക്ടിവിസ്റ്റും ഓസ്കാർ പുരസ്കാരം നേടിയ ഡോക്യുമെന്ററിയുടെ സഹനിർമ്മാതാവുമായ ഔദ ഇസ്രയേൽ കുടിയേറ്റക്കാരന്റെ വെടിയേറ്റു മരിച്ചു. ആക്രമണത്തിന്റെ വീഡിയോയും പുറത്തുവന്നു. ഭാര്യയെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസിൽ ദന്ത ഡോക്ടറായ ഭർത്താവ് ഡോക്ടർ ജെയിംസ് ട്രോളിവറിനെ കോടതി പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു.
ഫസ്റ്റ് ഡിഗ്രി കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇവരുടെ 2 കുട്ടികളും പിതാവിനെതിരെ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.